ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 17 വാക്യം. ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ മഹനീയ കൃത്യം കണ്ട് സന്തോഷിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സാബത്ത് ദിവസം ഈശോ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നതും സിനഗോഗ് അധികാരി അതിൽ കോപിക്കുന്നതും ഈശോ കൊടുക്കുന്ന മറുപടിയും ഒക്കെയാണ് ഇന്നത്തെ തിരുവചനത്തിന് ആധാരമായ സുവിശേഷ ഭാഗം. സ്നേഹമുള്ളവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് ജനങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം അവരുടെ ഭരണകർത്താക്കൾക്കോ നേതാക്കന്മാർക്കോ പുരോഹിതർക്കോ അന്നേവരെ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് യേശു മുഖാന്തരം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ സന്തോഷിക്കുകയും യേശുവിനോടൊപ്പം കൂടുകയും ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാണോ അതോ ദുഃഖം നൽകുന്നതാണോ? നമ്മുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റവുമൊക്കെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എങ്കിൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള വഴി തുറന്നു തരികയാണ് ചെയ്യുന്നത്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുവാനും സ്നേഹത്തിൽ ഒന്നായി തീരുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.